ഇന്നലെ ഏപ്രിൽ 17 നമ്മുടെ സ്വന്തം ചിയാൻ വിക്രത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ചിയാൻ സാർ. ആൻഡ് 63ാമത്തെ പുള്ളിയുടെ സിനിമ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു ടീസർ വീഡിയോ ഇപ്പം യൂട്യൂബിൽ അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിയാൻ 63 ഫസ്റ്റ് ഫ്ലെയിം എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു പേര്. നമ്മുടെ ആനന്ദ് ശങ്കറാണ് ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത്. ഇരുമുഖന് ശേഷം വീണ്ടും ചിയാൻ വിക്രവും ആനന്ദ് ശങ്കറും ഒന്നിക്കുന്ന ഒരു പ്രൊജക്റ്റും കൂടിയാണ്. സത്യ ഫിലിംസ് ഒക്കെയാണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക മറക്കരുത്. വെൽക്കം ടു സിനി പീഡിക. സത്യജ്യോതി ഫിലിംസിൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെയാണ് ചിത്രത്തിൻ്റെ ട്രെയിലർ ഇട്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ സത്യജ്യോതി ഫിലിംസ് എന്നാണ് പറഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ സത്യജ്യോതി ഫിലിംസാണ് ചിത്രം നിർമ്മിക്കാൻ പോകുന്നത്. ആനന്ദ് ശങ്കറാണ് ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ സന്തോഷ് നാരായണൻ്റെയാണ് മ്യൂസിക്. അപ്പോൾ അതുകൊണ്ട് ഗംഭീരമായിട്ടുള്ളൊരു ആൽബവും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കേൾക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. എന്തായാലും നമുക്ക് കണ്ടിട്ട് ബാക്കി കാര്യം സംസാരിക്കാം. 1 മിനിറ്റും 19 സെക്കൻഡുമുള്ള ഒരു ടീസറാണിത്. ലെറ്റ്സ് റിയാക്ട്. ഓക്കെ, സൗണ്ട് ഓക്കെ അല്ലേ? എന്താ പ്ലേ ആവാത്ത? உள்ளது யாருண்ணா? சமயக்காரன்டா. ஆனால் அசால்ட்டு வேணும். ஆளு பெரிய சம்பவ கை. ஆளு பெரிய சம்பவ கை. பிளாக் அண்ட் ஒயிட். உள்ள வந்துட்டோம்ல, எது ஒன்றும் நாம பார்த்துப்போம். பெரிய டீம் வந்துக்கிறோம். கூலாக உட்காந்துக்கிறான் பார்த்தியா? ஜாலியாக கொளுத்தி போடனா தெரிச்சு ஓட போகிறான். ஓ சரி. Cooking starts now. ഒരു വെള്ളം ആ പാട്ട് തോന്നില്ലോ. ഇത് പിന്നെ കോപ്പിറൈറ്റ് അടിക്കുമോ ദൈവമേ? എനിക്കറിയാൻ പാടില്ല. അതും കോപ്പിറൈറ്റ് അടിക്കുമെന്ന് തോന്നുന്നു. ഇവരെല്ലാവരും ഈ ടീസറിൻ്റെ അകത്ത് കുറച്ച് ഡയലോഗ്സും ഒക്കെ മിക്സ് ആക്കിയിട്ട് ഇടയ്ക്കും തലയ്ക്കൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾപ്പിച്ചാൽ പറയും. മൊത്തത്തിൽ പാട്ട് കേൾപ്പിച്ച് കോപ്പിറൈറ്റ് അടിച്ച് നമുക്ക് ഇതൊരു ഗുണമില്ലാത്തൊരവസ്ഥയാക്കി കളയല്ലോ. മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞാനിത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വരെ ഈ ഓഡിയോ കാണും. നിങ്ങൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഓഡിയോ കാണുകയില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. എന്തായാലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു അനൗൺസ്മെൻറ്റ് ടീസറാണ് സംഭവം. പെട്ടെന്ന് ആ ഒരു ലുക്കും അതിൻ്റെ ഒരു പരിപാടിയൊക്കെ കണ്ടപ്പം ലാസ്റ്റ് ഇറങ്ങി വീരധീരാസൂര ആ സിനിമയുടെ ഒരു ഫീൽ എനിക്ക് അടിച്ചു. ആ സിനിമയുടെ ശരിക്കും പറഞ്ഞ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ടാണ് അത് റിലീസ് ആയത്. എൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഉണ്ടായിരുന്നു. അതിന് എന്നാണോ ഷൂട്ട് ചെയ്യുന്നത് ഇറക്കുന്നത് തമ്പുരാനും മാത്രം അറിയാം. എന്തായാലും അതൊരു നല്ല സിനിമയായിരുന്നു. എനിക്ക് തിയേറ്ററിലൊക്കെ അത്യാവശ്യം വർക്കൗട്ടായ ഒരു സിനിമയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നമ്മൾ പ്രതീക്ഷിക്കാം. എന്തായാലും ചിയാൻ വിക്രത്തിൻ്റെ ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ തന്നെ പറയുന്ന പോലെ ഹിസ് കംബാക്ക് എന്ന് പറയുന്നൊരു സാധനം പറയുന്നുണ്ട്. പുള്ളി യൂസ് ചെയ്യുന്നില്ല, നല്ല ഡയറക്ടേഴ്സ് യൂസ് ചെയ്യുന്നില്ല. മേ ബി പുള്ളി സ്ക്രിപ്റ്റിങ്ങിൽ പാളിപ്പോകുന്നതാണോ സെലക്ഷനിൽ പോകുന്നതാണോ എന്നറിയത്തില്ല. നല്ല ഡയറക്ടേഴ്സോ നല്ല സബ്ജക്റ്റോ പുള്ളിയിലേക്ക് വരുന്നില്ല. പുള്ളി യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം. അതിൻ്റെ കറക്റ്റ് വാക്കെന്ന് പറയുന്നതാണ്. തമിഴ് സിനിമയുടെയും ഒരു ഇന്ത്യൻ സിനിമയുടെ ഒക്കെ ഒരു നഷ്ടമാണ് പുള്ളിയെ പോലുള്ള വെൽ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റിനെ യൂസ് ചെയ്യാതെ പോകുന്നത്. ലെറ്റ്സ് സീ ഈ പടം എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. വിക്രത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് 60 വയസ്സായിട്ടാണ്. 1966 ജനിച്ചതാണ് വിക്രം. നിങ്ങളെല്ലാവരും കണ്ടോയെന്ന് എനിക്കറിയില്ല. ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ഇന്നലെ വിക്രത്തിൻ്റെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലൂടെ പുറത്ത് വന്നായിരുന്നു. പഴയ അന്യൻ സിനിമയിലെ അമ്പിയും പോട്ടെ, നമ്മുടെ റെമോ ഇപ്പോഴും പോയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതേപോലെ നിൽപ്പുണ്ട് പുള്ളി ഇപ്പോഴും. എന്താ ലുക്ക്, എന്താ സ്വാഗതം, ഒരു രക്ഷയില്ലേ. ഇവരൊക്കെ പ്രായം ഇങ്ങനെ റിവേഴ്സ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ടോപ്പ് ഗിയറിൽ ഫ്രണ്ടിലോട്ടും പോയിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നത്.
ഞാൻ പറ്റിയ ഇതിനകത്ത് കാണിച്ചു നോക്കാം. ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാഗ്രാം ഇല്ല. ഇത് ഓൺ ആവുന്നുണ്ടെങ്കിൽ മേ ബി ആ എന്താ മോനെ കോപ്പിറൈറ്റ് അടിക്കും, അതുകൊണ്ട് പെട്ടെന്ന് നിർത്തിയതേ. ഞാൻ അതെനിക്ക് വയ്യ. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഇത് കാണാമല്ലോ നിങ്ങൾക്ക്. ഇതൊക്കെയാണ് സംഭവം. പുള്ളി ചിരിക്കുക നിങ്ങളുടെ പ്രായം സമ്മതിക്കണേ. വേറൊന്നും ഞാൻ പറയാനില്ല. ഇത്രയൊക്കെ ഉള്ളൂ ടീച്ചറിനെ പറ്റിയും പറയാനുള്ളൂ. കൊള്ളാം, എന്തായാലും വരട്ടെ, ഗംഭീരമാവട്ടെ. ഒരു നല്ലൊരു സ്ക്രിപ്റ്റ്, നല്ലൊരു കണ്ടൻറ്റ് എല്ലാം കൂടി ആയിട്ട് മൊത്തത്തിൽ ടെക്നീഷ്യൻസും എല്ലാം നല്ല സൗണ്ടഡ് ആയിട്ടുള്ളൊരു ഗംഭീര സിനിമ ഇവർക്ക് തരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ടീച്ചർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.